ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ മാർക്കറ്റ് ട്രേക്കർ നിഫ്റ്റി ക്ലോസ് ചെയ്ത് 11,896, 23 പോയിൻറ്റിൻ്റെ ഗെയിനോട് കൂടിയിട്ട് സെൻസെക്സ് 40,544, 112 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ. നിഫ്റ്റി ബാങ്ക് 24,311, 45 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ആൻഡ് നിഫ്റ്റിയുടെ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 11,873, ഓപ്പൺ ചെയ്തത് 11,861, അതായത് മൈൽഡ് ഗ്യാപ്പ് ഡൗൺ തന്നെയാണ് ഇന്ന് ഓപ്പൺ ചെയ്തത്. ആൻഡ് ഡേ ഹൈ വാസ് 11,949, ഡേ ലോ വാസ് 11,837. ഇന്ന് നിഫ്റ്റിയുടെ പെർഫോമൻസ് ഒരു ഹയർ ലെവലിലുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു. ഇന്ന് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഒരു ഹയർ ലെവലിൽ തന്നെയാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ബട്ട് ലാസ്റ്റ് അവറിൽ കുറച്ച് കൺസോളിഡേഷൻ കാണാൻ സാധിച്ചു. സോ പ്രതീക്ഷിച്ചത്ര ഉയരങ്ങളിലേക്ക് അല്ലെങ്കിൽ 11,900 ക്രോസ് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ നിഫ്റ്റിക്ക് ഇന്നും പറ്റിയിട്ടില്ല. ആൻഡ് ടുഡേയ്സ് ഓപ്പണിംഗ് വാസ് മൈൽഡ് ഗ്യാപ്പ് ഡൗൺ വിത്ത് 11,861. അതിനുശേഷം നിഫ്റ്റി അതിൻ്റെ ഫുൾ സ്ട്രെങ്ത്തിൽ തന്നെ മുന്നോട്ട് പോയത്. 11,900 എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ ഹേർഡിൽ ഉണ്ടായിരുന്നത് അത് ഈസി ആയിട്ട് ക്രോസ് ചെയ്തു. ആൻഡ് ഇൻട്രാഡേ ഹൈ വാസ് ടുഡേയ്സ് 11,949.25, ബട്ട് കുഡിൻ സസ്റ്റെയിൻ. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചു. ഡെഫിനറ്റ്ലി എൻഡഡ് വിത്ത് 11,896.80 ക്ലോസ് ചെയ്തു. ജസ്റ്റ് ഇന്ന് 23 പോയിൻറ്റ്സാണ് നിഫ്റ്റിയുടെ ഗെയിനായിട്ട് കാണാൻ കഴിഞ്ഞത്. ആൻഡ് ഇന്ന് 11,900 നിഫ്റ്റിക്ക് ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പാറ്റേൺ ആണ് ഇന്ന് ഡെയിലി ചാർട്ടിൽ ഫോം ചെയ്തിട്ടുള്ളത്. ഒരു സ്മോൾ ബോഡിഡ് ബുള്ളിഷ് കാൻഡിൽ അലോങ് വിത്ത് എന്താ പറയുക ഷൂട്ടിംഗ് സ്റ്റാർ കൈൻഡ് ഓഫ് പാറ്റേൺ. ട്രേഡേഴ്സ് 12,030 മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അപ് ട്രെൻഡ് പ്രതീക്ഷിക്കാം. ആൻഡ് ഓഫ് കോഴ്സ് ഇപ്പോൾ ഇറ്റ് സീംസ് ടു ബി ഒരു സൈഡ് വേസ് മൂവ് ആണ്. സോ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഒരു ന്യൂട്രലായിട്ട് നിൽക്കുകയായിരിക്കും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നല്ലത്. ആൻഡ് ഹോൾഡിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നിഫ്റ്റി ഇനിയിപ്പോൾ 11,840 താഴെ ക്ലോസിങ് വരികയാണെങ്കിൽ അടുത്ത സെഷൻസിൽ ദാറ്റ് വുഡ് ബി എന്താ പറയുക ഒരു ഭയങ്കര ഒരു സെല്ലിംഗ് പ്രഷർ അതിൽ കാണാൻ സാധിക്കാം. സോ ബി കെയർഫുൾ. ആൻഡ് നിഫ്റ്റിയുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് അടുത്ത സെഷൻ കീ ലെവലായിട്ട് വരുന്നത് 11,913 and second will be 11,980 and support level is first 11,860, second is 11,820. and India VIX ഇന്ന് ഒരു 3.99% അപ്പ് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ്. വിച്ച് ഇസ് 21.82 വിക്സ് ഉണ്ടായിരുന്നത്, അത് 22.69 ലെവൽസിലേക്ക് മാറിയിട്ടുണ്ട്. ആൻഡ് ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ ഓപ്പണിംഗ് ഒരു നെഗറ്റീവിൽ തന്നെയായിരുന്നു, വിച്ച് ഇസ് 24,100, 17.35. ബട്ട് അത് 24,000 ഹോൾഡ് ചെയ്യാൻ സാധിച്ചു. ആൻഡ് ഇൻട്രാഡേ ഹൈ വാസ് 24,410. And Bank Nifty also opened negative mode, which is 24,117 ഓപ്പൺ ചെയ്തത്. ബട്ട് ഇറ്റ് കുഡ് ഹോൾഡ്, അതിൻ്റെ ഒരു ക്രൂഷ്യൽ ലെവൽ അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റി, വിച്ച് ഇസ് 24,000. ആ ഒരു മാർക്ക് അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന്. ആൻഡ് അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ 24,000 to 24,200 ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂഷ്യൽ ലെവൽ തന്നെയായിരുന്നു. ബട്ട് ഈസിലി അത് ആ ഹഡിലെല്ലാം ക്ലോസ് ചെയ്തിട്ട് 24,311 ഇന്ന് ക്ലോസ് ചെയ്തു. അധികം പോയിൻറ്റ്സിൻ്റെ ഗെയിൻസ് ഒന്നുമില്ല, ജസ്റ്റ് 45 പോയിൻറ്റ്സിൻ്റെ ഗെയിൻസോട് കൂടിയിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇൻട്രാഡേ ഹൈ വാസ് 24,410 ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ. ആൻഡ് ഇന്നത്തെ ഒരു പാറ്റേൺ ഫോം ചെയ്തിട്ടുള്ള ഒരു ബുള്ളിഷ് കാൻഡിലാണ് ഡെയിലി സ്കെയിലിൽ ബാങ്ക് നിഫ്റ്റി. ആൻഡ് അടുത്ത ട്രേഡിംഗ് സെഷൻസിൽ ബാങ്ക് നിഫ്റ്റി ഷുഡ് ഹോൾഡ് 24,000. ആ ഒരു മാർക്ക് ഹോൾഡ് തന്നെ ചെയ്യണം. ആൻഡ് ഫസ്റ്റ് റെസിസ്റ്റൻസ് വിൽ ബി 24,700, ദെൻ സെക്കൻഡ് വിൽ ബി 25,000. അതേസമയം ഡൗൺ സൈഡ് സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 23,750 ആണ് ഫസ്റ്റ് കാണിക്കുന്നത്, ആൻഡ് സെക്കൻഡ് വൺ വിൽ ബി 23,500.
ഇന്നത്തെ പോസിറ്റീവ് സെറ്റപ്പ് ഉണ്ടായിരുന്ന സ്റ്റോക്സുകൾ ഏഷ്യൻ പെയിൻറ്റ്സ്, ഡാബർ, HCL, സി എൻ്റർടൈൻമെൻറ്റ്, ഭാരതി ഇൻഫ്രാടെൽ, ടെക് മഹീന്ദ്ര, HDFC ബാങ്ക്, L&T, JSW, വിപ്രോ ആൻഡ് ഇൻഫോസിസ്. അറ്റ് സെയിം ടൈം വീക്ക്നെസ് നോക്കുകയാണെങ്കിൽ UPL, റിലയൻസ് ഇൻഡസ്ട്രി, നമ്മുടെ ബിഗ് ബോയ്, ദെൻ ഹിൻഡാൽകോ, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, ICICI ബാങ്ക്, XYZ. നമ്മുടെ നിഫ്റ്റിയിൽ കാണുന്ന വീക്ക്നെസ്സിൻ്റെ മെയിൻ കാരണം നമ്മുടെ ബിഗ് ബോയ് തന്നെയാണ്, റിലയൻസ് ക്യാൻ കോൺട്രിബ്യൂട്ട് ലോൺ അറൗണ്ട് 50 points. റിലയൻസ് നല്ലൊരു മൂഡിലാണെങ്കിൽ അത്രയും പെട്ടെന്ന് വരുമെന്ന് വിചാരിക്കും. ആ ഒരു പോയിൻറ്റ്സ് തന്നെയാണ് കുറവായിട്ട് നിഫ്റ്റിയിൽ കാണുന്നത്, അതിനൊരു സംശയം വേണ്ട. എന്നിട്ട് FIS ആൻഡ് DIS ഡാറ്റ നോക്കുമ്പോൾ ഇന്ന് FISൻ്റെ ബൈ വാല്യൂ 6,335, സെൽ വാല്യൂസ് 4,750, നെറ്റ് വാല്യൂസ് 1,585. നല്ലൊരു ബൈങ് നടത്തിയിട്ടുണ്ട്. ആൻഡ് DISൻ്റെ ഭാഗത്ത് ബൈ വാല്യൂസ് 2,928, സെൽ വാല്യൂസ് 4,561. ഇവിടെ നല്ലൊരു സെൽ ഓഫ് വന്നിട്ടുണ്ട്. നെറ്റ് വാല്യൂസ് 1,633 സെൽ ഓഫ് നടന്നിട്ടുണ്ട്. ഓപ്ഷൻ ചെയിൻ ഡാറ്റ പരിശോധിക്കുമ്പോൾ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് കോളിൻ്റെ കാണിക്കുന്നത് 12,500 ആൻഡ് സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 12,000. അറ്റ് ദ സെയിം ടൈം പുട്ടിൻ്റെ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഹൈ കാണിക്കുന്നത് 11,700 ആൻഡ് സെക്കൻഡ് വൺ ഈസ് 11,800 ഇനി നാളത്തേക്ക് ഞാനെടുക്കുന്ന ട്രേഡ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അതിലൊന്ന് ഭാരത് ഫോജാണ്. ബൈ അറ്റ് 465, ടാർഗറ്റ് 468 ഫസ്റ്റ് വൺ, and second target will be 470. മാർക്കറ്റ് volatile ആണ്, സോ ദർ ഈസ് ഓപ്പർച്യൂണിറ്റി, ഷോർട്ട് സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അത് കണ്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. സോ ഐ ആം ഗിവിങ് ഹിയർ ബൈയിങ് കോളും തരുന്നുണ്ട്, സെൽ കോളും തരുന്നുണ്ട്. സോ ഡോണ്ട് ബി കൺഫ്യൂസ്. ഞാൻ ഷോർട്ട് സെല്ലിന് ഉദ്ദേശിച്ചിട്ടുള്ളത് 456 ആണ് ട്രിഗർ, ആൻഡ് ടാർഗറ്റ് വിൽ ബി 453. സെക്കൻഡ് ടാർഗറ്റ് വിൽ ബി 450. സെക്കൻഡ് ഈസ് ഭാരതി എയർടെൽ. Trigger price is 406, target 409 first, second is 415. ഷോർട്ട് സെല്ല് 401 കിട്ടുകയാണെങ്കിൽ ഞാൻ ട്രേഡ് എടുക്കും. ആൻഡ് ഫസ്റ്റ് ടാർഗറ്റ് ഈസ് 395, സെക്കൻഡ് ഈസ് 393. തേർഡ് വൺ ഈസ് HDFC ബാങ്ക്. ബൈ അറ്റ് 1,228, first target 1,235, second is 1,242. short sell at 1,216, first target 1,210, second will be 1,203. and next one is Axis Bank. Buy at 497, first target 504, second will be 507. and same stock short സെല്ലിന് 492 ട്രേഡ് എടുക്കാം. ടാർഗറ്റ് ഷുഡ് ബി 486, സെക്കൻഡ് ടാർഗറ്റ് 480. ദാറ്റ്സ് ഇറ്റ് ഫ്രണ്ട്സ്. ആൻഡ് ഇപ്പോൾ ഞാൻ തന്ന സ്റ്റോക്കുകളെല്ലാം ഞാൻ നാളെ ട്രേഡ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കുകളാണ്. പ്ലീസ് ഡോണ്ട് ഫോളോ ഇറ്റ് ബ്ലൈൻഡ്ലി. നിങ്ങൾ നിങ്ങളുടെ രീതിയിലൊരു അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യാം. ആൻഡ് നാളെ ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺ, അതനുസരിച്ചിട്ട് എൻ്റർ ആവുക ട്രേഡിൽ. വെറുതെ ട്രാപ്പായിട്ട് പൈസ കളയരുത്. ട്രാപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൈസ പോയെന്ന് തന്നെയാണ് അർത്ഥം. പിന്നെ അത് വെറുതെ. സോ സ്ലോ ആൻഡ് സ്റ്റഡി. ഓക്കെ, അതിന് ശേഷം സ്റ്റഡി ആയതിന് ശേഷം മാത്രം ഗെറ്റ് ഇൻ. മാർക്കറ്റ് ഹൈലി വോളറ്റൈൽ തന്നെയായിരിക്കും. ഒരു പ്രെഡിക്റ്റും ചെയ്യാൻ പറ്റാത്തൊരു മാർക്കറ്റാണ് ഇപ്പോൾ റണ്ണിങ് റൈറ്റ് നൗ. സോ ഹറിവറി ഇല്ലാണ്ട് ഒരു ന്യൂട്രൽ മോഡിൽ നിന്ന് വാച്ച് ചെയ്തതിന് ശേഷം
ഒരു ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് എൻ്റർ ആവാം. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ്. ദാറ്റ്സ് ഇറ്റ്. Please consult with your financial advisor before you enter the market or trade. Please do subscribe my channel. Hit the like button. Share it. Money എന്തായാലും അടിച്ചോളൂ. Ting. Happy trading. Take care. Good night.